ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം നമ്മളിന്നൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പുറത്തു പോവാണ്. ആദ്യം നമ്മൾ എൻ്റെ കമ്പനീൻ്റെ അടുത്തുള്ള ഏരിയ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ വാലന്റൈൻസ് ഡേയുടെ അന്ന് തന്നെയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ പോലുള്ളൊരു കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോയിരുന്നത്. അപ്പം ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇച്ചാനും മമ്മി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മിയും ആളും പാച്ചു ഞങ്ങൾ ഇത്രയും പേരാണ്. ഇച്ചാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളും കൂടെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. ആളും കൂടെയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അത്യാവശ്യം ലൈറ്റുള്ള ടൈമിൽ ചെന്നാലല്ലേ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ഉച്ചയൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ ഇറങ്ങി. 2:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിന് വേണ്ടി വൈപ്പിൻ ബീച്ചിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അവിടെ നല്ല ഷൂട്ടിന് പറ്റിയൊരു ആംബിയൻസ് ഉള്ള ഏരിയയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അപ്പം പെട്ടെന്ന് തന്നെ അവിടെ ചെന്നു കേട്ടോ. ഞങ്ങൾക്കിവിടെ ഏറ്റവും അടുത്തുള്ള ബീച്ച് വൈപ്പിനാണ്. പിന്നെ ഷൂട്ടിന് പറ്റിയ ലൊക്കേഷൻസ് ഉള്ള ഏരിയ കൊണ്ടാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് കൊക്കുകൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആ കൊക്കുകളെയൊക്കെ നോക്കി പാച്ച് കുറേ നേരം നിൽപ്പുണ്ടായിരുന്നു. അവനതൊക്കെ കണ്ടിട്ട് നല്ലപോലെ എൻജോയ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാച്ചു ഇതിന് പോകാൻ ഇറങ്ങിയപ്പോൾ അന്നത്തെ ദിവസം മര്യാദയ്ക്ക് ഒരു ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്നുള്ളത് ഞങ്ങൾ പിന്നെ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് ചെറിയൊരു കുക്കീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങോട്ട് കയറി. ആ ഒരു കയറുന്ന ആ ഒരു എൻട്രൻസിൽ 2 സൈഡിലും വെള്ളമായിട്ട് ആ ഒരു ഇത് നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ മാക്സിമം പറ്റുന്നത്രയും ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കൊട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ. പിന്നെ ഇതിലിവിടെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ തോന്നുവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഓർത്താണ് കുറച്ച് വീഡിയോസ് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തതും ഇതൊക്കെ എടുത്തു. പിന്നെ ഇങ്ങനെയുള്ള ഇത് കാണുമ്പം എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോസ് എടുക്കാൻ. എവിടെയും അപ്ലോഡ് ചെയ്തില്ലേ പോലും കുറച്ച് വീഡിയോസ് എപ്പോഴും ഫോണിൽ എടുക്കാറുണ്ട്. അതെന്തോ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി എറണാകുളത്തുള്ളവർ പോകാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. നമുക്ക് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ് കേട്ടോ. നല്ല ആക്സസ് ആണ്. പിന്നെ കുറച്ച് പട്ടികളുണ്ട്, അത് മാത്രമുള്ള ഒരു പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പൈൻ ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലും. ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ആ വെയിലത്ത് നിന്നാണ് ഫോട്ടോ എടുത്തത്. ഫോട്ടോയ്ക്ക് നല്ല ക്ലാരിറ്റി കിട്ടിയെങ്കിലും കുറേ നേരം വെയിൽ കൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിയും പച്ചും കൂടി തണൽ നോക്കി മാറി മാറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഷോ ഓഫ്സ് ആണ് വീഡിയോ എടുക്കാൻ വേണ്ടി. ഓരോന്ന് ലൊക്കേഷൻസ് ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി അവരെന്നെ അതിലിട്ട് നടത്തിപ്പിച്ചത്. നല്ല വെയിലുണ്ട്. മമ്മിയും പച്ചും കൂടി ഒരു സൈഡിൽ കൂടെ വേഗം പോകാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ 3 പേരൂടെ ഒരുമിച്ച് നടക്കുന്നു. പാച്ചുവിൻ്റെ കുറച്ച് ഫോട്ടോസും സിംഗിൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നമുക്ക് ഓക്കെ എന്ന് തോന്നിയ കുറച്ച് ഫോട്ടോസെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ യൂട്യൂബിൻ്റെ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ല കേട്ടോ. ഇനി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പാച്ചു വെള്ളം കണ്ടപ്പോൾ തൊട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പിന്നെ എൻ്റെ ഡ്രസ്സെല്ലാം മുഴുവൻ ചീത്തയാവുമല്ലോ എന്നിട്ട് ജസ്റ്റ് ആ സൈഡിൽ കൂടെ കുറച്ച് നേരം നടത്തി. മണ്ണ് വരാൻ എന്തോ അപ്പോൾ ഒന്നും നോക്കിയില്ല കേട്ടോ. ആ ഒരു ഏരിയയിൽ അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോയത്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഏരിയയിലോട്ട്. അവിടെയും ഒരുപാട് ക്രൗഡഡ് ആയിട്ട് പൈൻ ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അത് റെഫർ ചെയ്ത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം അവിടേക്ക് പോകുന്നു. ഇങ്ങനൊന്നും ഏരിയ ഉണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ പോയി നോക്കിയിട്ടുമില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. colors
അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പാച്ചുവിന് സ്വർഗം കിട്ടിയാലായിരുന്നു. അതിനു മുമ്പ് മറ്റേ കടൽപ്പുറത്ത് അവിടെ ആ ഏരിയയിലൊക്കെ മണലായിരുന്നുകൊണ്ട് ചവിട്ടുമ്പോൾ താഴ്ന്നു കിടന്നു പോയി. ഇവിടെ കുറച്ചുകൂടി തറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്ട് ഓടി നടക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ പാച്ചു കുറേ നേരം അതിൽ കളിച്ച് നടക്കും, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര നന്നായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നല്ലൊരു ഇതിൽ കിട്ടുന്നത്. ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ല ഒരു ആംബിയൻസിൽ ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. പ്രീ വെഡിങ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ചെറിയൊരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. 3 പേരോട് ഒരുമിച്ചുള്ള കുറച്ച് നല്ല ഫോട്ടോസ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നു. സെക്കൻഡ് ആയപ്പോൾ കുഞ്ഞായിരുന്നുകൊണ്ട് ചെറിയ കേക്ക് കട്ടിങ്. ഞങ്ങൾ വലിയ രീതിയിൽ അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല. അത് ബർത്ത്ഡേ ആണെങ്കിലും ഒന്നുമില്ല, കൂടി പോയി ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യും, ഫുഡ് കഴിക്കും, അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സെലിബ്രേഷൻസ് ഒക്കെ വളരെ കുറവ്. ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. മാക്സിമം എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കണം, പുറത്ത് പോകണം, അതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കൂടുതൽ ഇഷ്ടം. എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കണം. ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിക്കും, കേക്കൊക്കെ കട്ട് ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ച് ചെറുതായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. ഇത് പാച്ചുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ എന്തൊരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ പൊക്കി പിടിച്ചു. അപ്പോൾ അവിടെ കുറച്ച് നേരം അടങ്ങി നിന്നത്, അതുവരെ അടങ്ങി നിൽക്കത്തേ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ അങ്ങോട്ട് ബീച്ച് സൈഡിലോട്ട് ഇറങ്ങി കേട്ടോ. സൈഡിലോട്ട് ഇറങ്ങാമെന്നില്ല, ഇപ്പം നിൽക്കുന്നത് ബീച്ചിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറങ്ങി. വെള്ളത്തിൽ ഇവനെ ഇറക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് അധികം എടുക്കാമായിരുന്നത്. പിന്നെ എല്ലാം എടുത്ത് റെഡിയായി കഴിഞ്ഞപ്പോൾ പതിയെ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു സൺസെറ്റൊക്കെ ആകാറായി വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അവിടുത്തെ വെതർ കംപ്ലീറ്റ് നല്ലൊരു ആംബിയൻസും, ഒരുപാട് ചൂടുമില്ല, എനിക്ക് നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിൽ നടന്ന് പച്ചുവിനെ കുറേ നേരം മണ്ണിലൊക്കെ കളിച്ചിട്ടാട്ടോ കയറി പോകുന്നത്. അവനെ പിന്നെ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പേടിയാണ്, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറ്റാൻ അതിലും വലിയ പാടാണ്. പിന്നെ അവനെന്തായാലും അവൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്ത് കളിച്ച് നടപ്പുണ്ടായിരുന്നു. വേറെ ശല്യമൊന്നുമില്ലായിരുന്നു. ഞങ്ങളത് ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് നല്ല രീതിക്ക് വഴക്കുണ്ടാക്കുന്നു വെച്ച്. പക്ഷേ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞപ്പം അതൊക്കെ കഴിച്ച് കുറേ നേരം അതിൽ നടന്നു കേട്ടോ. ബീച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ നേരം മണ്ണ് വാരാൻ വേണ്ടി വരിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ആദ്യമൊന്നും എടുത്ത് മാറ്റിവിടാൻ വേണ്ടി വിചാരിച്ചെങ്കിലും നടന്നില്ല. അവൻ വീണ്ടും അത് വരാൻ വേണ്ടി ചെല്ലത്. പിന്നെ കുറച്ച് നേരമല്ലേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓർത്ത് കുറച്ച് നേരം അതിനകത്ത് മണ്ണ് വാരുവാണെങ്കിൽ വാരട്ടെ, അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ വിട്ടു. എന്തായാലും ആ കിട്ടിയ അവസരം നന്നായിട്ട് മുതലെടുത്തു. വന്നു കഴിഞ്ഞ് ഷൂ ഊരിപ്പോൾ ഷൂവിൻ്റെ ഉള്ളിലെല്ലാം നിറയും മണ്ണായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവൻ്റെ കൈക്കൊന്ന് കഴുകി, കൈയും കാലിക്കൊന്ന് കഴുകി പതിയെ സെറ്റാക്കി എടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പാത്രമൊന്നും അവൻ മോശമാക്കിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ചെറിയൊരു ജലദോഷമൊക്കെ അങ്ങ് മാറിയതേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവനെ ഒന്നും ഇറക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നപ്പം പോരുന്നതിന് മുമ്പ് അവിടെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്.